അപ്പോൾ സുഹൃത്തുക്കളെ, ഏവർക്കും നമ്മുടെ ഒരു 19 വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വിജയകരമായി ജോർജിയയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ വളരെ കൃത്യമായിട്ടാണ് ഗസ്റ്റ് ചെയ്തത് ജോർജിയയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. എന്താ കാട്ടുക, അത് പറയുന്നത് ഞാൻ ഒരിക്കലും ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. ജിംഷാദ് വന്നാണ് പറയിപ്പിച്ചത് എന്നെ. അപ്പോൾ ജിംഷാദ് വന്ന് പറയിപ്പിച്ചത് ഞാനാണെങ്കിൽ എൻ്റെ എഡിറ്റിങ് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാം കൂട്ടിക്കെട്ടിയാണ്ട് വീഡിയോ പ്രോസസ് ചെയ്തെടുത്താണ്ട് ഞാൻ ഔട്ട് എടുത്താണ്ട് അപ്ലോഡ് ചെയ്യലാണ്, ഒന്നും നോക്കാൻ നിൽക്കല്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മിസ്സായി. ഈച്ചു ഷാർജയ്ക്ക് പോയ ടൈമിലും പോയിൻ്റെ ലക്ഷദ്വീപും പോയി, ഇതും പോയി. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ 3ാമത്തെ പ്രാവശ്യവും തോറ്റിരിക്കുകയാണ്. വിജയകരമായി 3 പോക്കിലും 3 യാത്രകളിലും സബ്സ്ക്രൈബേഴ്സിനോട് തോറ്റിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ജയിച്ചിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും പെരിയിൽ നിന്ന് കൈയ്യോട്ടിക്കൊള്ളട്ടോ. അപ്പം നമ്മളെ കൂടെ ഇപ്പം ഞങ്ങളിപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പള്ളിക്കൊക്കെ പോയി ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് പഴയ ജോർജിയ അങ്ങാടി കാണാൻ വേണ്ടി അല്ലേ? പഴയ ജോർജിയ അല്ല, ഓൾഡ് ടിബിലിസി സ്ഥലത്തിൻ്റെ പേരാണ്. അതിനെ ഓൾഡ് ടിബിലിസി, പഴയ ടിബിലിസി, പയങ്ങാടി. അപ്പോൾ പയങ്ങാടി ജോർജിയ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അസറുണ്ട്, സുലൈമാനുണ്ട്, ജസീമുണ്ട്, ഷാനുണ്ട്, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം റോഡൊക്കെ ചെറിയ റഷ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അത് പറഞ്ഞു കേട്ടോ. ഇവിടെ എത്രയും സമയം 7:30 മണി കേട്ടോ. ഇവിടെ രാത്രി 7:30 മണി. നോക്കി അതിൻ്റെ വല്ല ഉസുറും വിളിയും ഇവിടുത്തെ ക്ലൈമറ്റിനുണ്ടോ? 7:30 മണിയാണ് എന്ന് തോന്നിപ്പിക്കണേ ഒന്നുമില്ല. 7:30 മണിനെ, നാട്ടിലത്തെ 7:30 മണിനെ അപമാനിക്കുന്ന തരത്തിലുള്ള 7:30 മണിയാണ് ജോർജിയത്തെ 7:30 മണി. കാരണം 7:30 മണിയായിട്ടും ഒരു കുമ്പും കൂസലും ആർക്കും ഇല്ല. എല്ലാവരും ഇവിടെ നമ്മളെ നാട്ടിലത്തെ ഒരു 4:30 മണി വരെ നടക്കുകയാണ് ഇവിടുത്തെ 7:30 മണി പറഞ്ഞാണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് അസറോ വൈകുന്നേരം ആവല്? ഇവിടെ ഒരു 8:30 ആകുമ്പോൾ തന്നെ 8:30 മരിബാങ്ക്. അപ്പോൾ ഇവിടുത്തെ മരിബാങ്ക് 8:30 മണിക്കാട്ടോ. രാത്രി സമ്മറിൽ ഒന്നുകൂടിയും ടൈം എടുക്കും സൂര്യൻ അസ്തമിക്കാൻ. വിന്ററിൽ വേഗം അസ്തമിക്കും. ഇപ്പൊ ഇവിടെ ഏതാ ക്ലൈമറ്റ്? കുറവാണ്. ഇപ്പൊ ഇവിടെ ഏതാ ക്ലൈമറ്റ്? ഇപ്പൊ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ്. സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നല്ല തണുപ്പല്ലേ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ കേട്ടോ. ഇനി നമ്മൾ ഓൾഡ് ടിബിലിസിയിൽ പോയിട്ട് അവിടെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പണി കേട്ടോ. അപ്പോൾ അതാ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണാം കേട്ടോ. ദൂരെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. എനിക്കൊന്നേ നമ്മൾ ഫ്രെയിം ഒന്ന് ഇങ്ങനെ തിരിച്ചിക്കണമെന്ന് അങ്ങനെ തിരിച്ചിക്കണമെന്നുണ്ടാ. ഇതാണ് ഇവിടുത്തെ പോലീസ് കേട്ടോ. ആംബുലൻസോ? സ്നോ ഉള്ള ഏരിയ, മൗണ്ടൻ ആംബുലൻസാ? അല്ല, നമ്മൾ സ്നോ ഉള്ള ഏരിയ ഒക്കെ പോണെങ്കിൽ വണ്ടി കുടുങ്ങൂലേ? അങ്ങനെ കുടുങ്ങുമ്പോ നമ്മള് ഫയർഫോഴ്സ് പോലെ രക്ഷാമാർഗം, രക്ഷാപ്രവർത്തനക്കാരാണ് പോയത് കേട്ടോ. ഹായ് മൂപ്പരിക്ക് ഹായ് എന്നടാ. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ജോർജിയയിൽ. ബാക്കിലൊരു കാക്ക നോക്കിട്ടോ. അപ്പോൾ നമ്മൾ പള്ളിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, എല്ലാവരും പള്ളി പോയതൊക്കെ കണ്ടു കാണും. പള്ളിക്കൊക്കെ പോയി കഴിഞ്ഞ് ഉച്ചക്കൊന്ന് കടന്നുറങ്ങി വൈകുന്നേരം ഒന്ന് ചെറിയൊരു നൈസ് ക്ലൈമറ്റ് ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം നാട്ടിൽ 9:30 മണിയാണ്. അപ്പോൾ ഇവിടുത്തെ 9:30 മണി പറയുമ്പോൾ ഇവിടുത്തെ 8 മണി. ഇവിടെ ഇപ്പോൾ രാത്രി 8 മണി കേട്ടോ. ഈ കാണുന്ന മൊത്തം രാത്രി 8 മണീൻ്റെ സമയമാണ്. ഈ നാട്ടിൽ വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കൂട്ടാ. അപ്പം ഇവിടെ നമുക്ക് നല്ല വൃത്തിയുള്ള കെട്ടിടങ്ങൾ കാണാം. കുഴപ്പമില്ല റെസ്റ്റോറൻറ്റ്. അതാ കുഴപ്പമില്ലല്ലോ, കൊപ്പാല റെസ്റ്റോറൻറ്റ്. ഇവിടെ ഇന്ന ഫുൾ വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് ജോർജിയൻ്റെ കാണാൻ പറ്റണത്. ഒരു റൗണ്ട് അബൌട്ട്, പിന്നെ എന്താണ് പീസ് ബ്രിഡ്ജ് അല്ലേ? അതാണ് ഇവിടുത്തെ വിശ്വവിഖ്യാതമായ പീസ് ബ്രിഡ്ജ്. അത് M2 എന്താ അത് പരസ്യമല്ലേ? അതുപോലെ അതിൻ്റെ അടിക്ക് റോപ്പ് ഇട്ടാണ്ട് പോകുന്നുണ്ടോ കുറേ ആൾക്കാർ. റോപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ വന്ന് ആ കുന്നിൻ്റെ നെറുക്ക് കൊണ്ടുപോകും കേട്ടോ. അതിൽ കയറിയാൽ തന്നെ ഫുൾ A to Z എനിക്ക് തോന്നുന്നു ഈ ഓൾഡ് ടിബിലിസി ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെറിയൊരു കനാലുണ്ട്. അതെന്താ കളർ അപ്പം മഴ ചെയ്തിട്ടോ. അപ്പം നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ മഴ പെയ്താൽ ഇവിടുത്തെ പുഴയിലും കലക്കം വെള്ളം ആവും കേട്ടോ. അത് ഫുള്ള് കലക്കം വെള്ളം കുടുങ്ങിക്കണ്. നല്ല രസം കേട്ടോ കാണാൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒച്ചയും വിളിയില്ല, റോട്ടിൽ ഹോണടികളില്ല. ഇപ്പം ഇത്രയും വണ്ടികൾ ഇവിടെ ഉണ്ടായിട്ടും ഇത്രയും പാർക്കിങ്ങൾ ഉണ്ടായിട്ടും ഒരു ഹോണ് പോലും ആരുടെ. നമ്മുടെ നാട്ടിലാണ് ഒരു 250 ഹോൺ അടിച്ചിട്ട് ബാക്കിൽ നിർത്തുന്നതിനും മുന്നിൽ നിർത്തുന്നതിനും സൈഡിൽ നിർത്തുന്നതിനും സൈഡാക്കണം അടിച്ചടിച്ചടിച്ചടിച്ച് മുന്നിലും ബാക്കിലാണ് ചെവി കളഞ്ഞു കാണും. നിൽക്കുന്നവർക്കും സമാധാനമില്ല. നമ്മളടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പം എന്തായാലും വളരെ വൃത്തിയുള്ള നഗരം. ഇനി നമുക്ക് ഓൾഡ് ടിബിലിസിൻ്റെ വ്യൂ ഒന്ന് ജസ്റ്റ് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഓൾഡ് ടിബിലിസി കേട്ടോ. ഇതെന്താ സറോ?
ചർച്ച് ഏറ്റവും പഴക്കമുള്ളതാണോ തോന്നുന്നു? ഏറ്റവും പഴക്കമുള്ള വേറെ ഉണ്ട്. ആ ഇത് ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനത്തെ ആ മേലെ അവിടെ മുന്നിൽ വേറെ. അവിടെയൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ ഇവിടുത്തെ ചർച്ചകളാണ് കേട്ടോ. ഇത് അത്യാവശ്യം പഴക്കമുള്ള ചർച്ചാണ്. കുറേ അന്യനാട്ടിൽ നിന്ന് ടൂർ വന്ന പോലെ കാണാം. എനിക്ക് തോന്നുന്നു കൂടുതലും ഇതൊക്കെ സൗദികളാട്ടോ. കന്തൂറൊക്കെ ഓരിട്ട് ഇവിടെ വന്ന് ഫുൾ എൻജോയ് ചെയ്ത്. ആ നാട്ടില് ചെമ്മാട്, തിരങ്ങാടി, തിരങ്ങാടി ചെമ്മാട്. അപ്പൊ അതാ ഒരു കുതിരമ്മലൊരു ഒരാൾ ഇരിക്കണ സ്റ്റാച്ചു ഉണ്ടോ? ഡേവിഡ് ദ ബിൽഡർ. പറച്ചോനെ ഇത് ഇവിടുത്തെ മുണ്ടല്ലേ അപ്പം ഇതാ ഇവിടെ ഇതാണ് ഇവിടുത്തെ രാജാവ്. എന്താ രാജാവിന്റെ പേര്? ഡേവിഡ് ദ ബിൽഡർ. ഡേവിഡ് ദ ബിൽഡർ. അപ്പോൾ കിങ് ഡേവിഡ് ആണ് കേട്ടോ. ഇയാളാണ് ഇവിടെ ഉണ്ടാക്കിയല്ലേ, വെട്ടിപ്പിടിച്ച്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുൽത്താന്മാരെ പോലത്തെ ഇവിടുത്തെ സുൽത്താനാണ് ഡേവിഡ് സുൽത്താൻ. അവിടുന്ന് പൊളിഞ്ഞിട്ട് വീകണ്ട കേട്ടോ, ഇൻഷൂർ ഒന്നും കിട്ടൂല. ആ ഇൻഷൂർ അനക്ക് കിട്ടൂല എന്ന് പറഞ്ഞേ, അനക്ക് കിട്ടൂല. അവിടേക്ക് വീണാൽ വലിയ സീനില്ല. ഫുള്ള് കലക്കം വെള്ളം കേട്ടോ കനാലില്. നല്ല രസം കേട്ടോ. അത് കാണിച്ചു കൊടുത്താ സാറോ, ഫുൾ വ്യൂ കാണിച്ചു കൊടുത്താ. നല്ല അടിപൊളി ടൗൺ കേട്ടോ. മ്യൂസിക് ഇടാൻ പറ്റില്ല, കോപ്പറേറ്റ്. അപ്പൊ ഞാൻ തന്നെ മ്യൂസിക് ഉണ്ടാക്കും കേട്ടോ. ചൈനീസ് മ്യൂസിക്കാണ് ജോർജിയയിലിട്ട്. ഇവിടെ ഒരു ടീം, ഒരു പറ്റം ആൾക്കാർ റീല് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. ജസിമിനിക്കാണ് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ജസിമിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വീഡിയോ എടുത്താൽ ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും കേട്ടോ. അനക്ക് പേടിയുണ്ടല്ലേ? അത് നമുക്ക് നോക്കട്ടോ. ജസീം എങ്ങനെ തരും, ജസീം എങ്ങനെ പാട്ട് എത്രത്തോളം സ്പീഡിൽ തരും. നമുക്കൊരു പാട്ട് ഷൂട്ട് ചെയ്യാൻ, കുറച്ച് റീല് ഷൂട്ട് ചെയ്യാൻ, ഇതൊക്കെ ജസീം ഫാസ്റ്റ് ആയിട്ട് തരുമോ നോക്കാം. സാധാരണ ജസീമിന്റെ ഒരു ടൈം ഒരു കൊല്ലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുമോ എന്നുള്ളത്. ഇത് കിട്ടുമോ? പെട്ടെന്ന് കിട്ടുമോ? വേണമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കിട്ടും. വെരി ഫാസ്റ്റ്. അപ്പോൾ ഇന്നലത്തെ നമ്മളെ വീഡിയോ പെട്ടെന്ന് തന്നെ തന്നിട്ട്, ഇന്നലത്തെ വീഡിയോ അസുരം എടുത്താൻ ഇരുന്നിട്ടേ, അസുറിന് മാത്രം ഇവിടുത്തെ ഭാഷയും ചോറും കിട്ടുന്ന സ്ഥലക്കാരുള്ളൂ. വൈകുന്നേരം രാത്രി ചോറാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടെ എഡിറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് ചോറിനാ പോകല്ലേ റെഡി വേദിട്ട്. അപ്പോൾ പിന്നെ പിടിച്ച എടാ അതെന്താ രാജ്ഞിയോ? അത് മദർ ഓഫ് ജോർജിയ. ഇത് ഫാദർ ഓഫ് ജോർജിയ അല്ലല്ല, അത് അങ്ങനെ ഒരു സ്റ്റാച്ചു ആണ്. മദർ ഓഫ് ജോർജിയ അങ്ങനെ ഒരു മദർ ഒന്നുമില്ല, പക്ഷെ കണ്ണും കണ്ണും നോക്കിയിരിക്കുകയാണ് ഇവര്. അപ്പം മദർ ഓഫ് ജോർജിയും ഡേവിഡ് രാജാവും തമ്മിൽ ഐ ടു ഐ കോണ്ടാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈറ്റ് അടിച്ചിരിക്കുന്ന രണ്ട് പ്രതിമകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രണ്ട് ചർച്ച് കാണാം. ഈ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത് റാപ്പ് ചെയ്തല്ലേ? റാപ്പാണല്ലോ. ഇത് ഒസമാവോ ട്രാവലിന്റെ വണ്ടി കേട്ടോ. പെയിന്റോ? അല്ലടാ, ആടാ എടാ മറ്റേ പെയിന്റടാ. ഓ TY888PI. ഇത് ടൊയോട്ടൻ്റെ 4Runner പറഞ്ഞ വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടിലല്ലോ ഇത്. നമ്മുടെ നാട്ടിൽ വെറും ഫോർച്യൂണറും ഇന്നോവയും. ഇത് 4Runner കേട്ടോ. ഞാൻ കുറേ കണ്ടു ഇങ്ങനത്തെ വണ്ടി. കിട്ടില്ല വണ്ടിട്ടോ. അപ്പോൾ നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണത്? അങ്ങോട്ടോ? ഈ സ്ട്രീറ്റുകളും വീടുകളുടെ ഇടയിൽ കൂടെ. അപ്പം ഈ വീടിൻ്റെ സ്ട്രീറ്റിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകാൻ നിൽക്കാട്ടോ. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തേക്കായിട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഫുള്ള് വ്യൂ ഒക്കെ കണ്ടു. ഇനി ഇവിടെ അസറോ എന്നും വന്നാൽ ഇവിടെ നിന്ന് ജ്യൂസ് എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട് പറഞ്ഞു. ഇവിടെ എന്താ കിട്ടുക അസറോ? ഫ്രഷ് ജ്യൂസ്. കാക്കൊക്കെ ഓറഞ്ച് കിട്ടാത്ത പോലെ തിന്നുണ്ടല്ലോ. വാ, അപ്പോൾ ഇവിടെ ഒരു ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഷോപ്പുണ്ട്. ജോർജിയൻ സോങ്സ്, ജ്യൂസ്. we need orange juice. ജ്യൂസ് അല്ലേ ഉള്ളില്? ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല എത്രയും. ഹമർ ജിയോബ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ്. സ്മോൾ ഗ്ലാസ്. സ്മോൾ 1. ഷാനുവിന് വേണ്ടേ ജ്യൂസ്? ഇവിടെ ഫ്രഷ് ആയിട്ടാണ് ജ്യൂസ് വരിക കേട്ടോ. വാട്ട്സ് യുവർ നെയിം?
മായ, നല്ല പേര്. Maya is a common name in Kerala. In India, Maya is a very good name. മായച്ചി. പ്രഷർ ചെയ്ത് തരൂല്ലേ? അപ്പോൾ പ്രഷർ ജ്യൂസ് ആട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടി. ബംഗാളിൽ മൊത്തം റോഡ് സൈഡിലുണ്ടോ? അതിന്റെ പേരാണ് കളഞ്ഞില്ലേ? അതേപോലെ ഐസ് ലിറ്റിൽ ഐസൊക്കെ പിടിച്ച് നിർത്തല്ലോ മാത്രമല്ലോ. ഇത് ഇവിടുത്തെ ഓറഞ്ച് തോന്നല്ല, അങ്ങനെ ഉണ്ടാക്കിയ ഓറഞ്ചാണ്. അങ്ങനെ ജോർജിയൻ കർഷകർ കൃഷി ചെയ്തുണ്ടാക്കിയ ഓറഞ്ച് പറിച്ചെടുത്തിട്ട് എടാ അങ്ങനത്തെ ഇവിടുത്തെ നാട്ടിൽ ഇവിടുത്തെ വളക്കെട്ട് നമ്മളടുത്ത് 418 വളമിട്ട് ഉണ്ടാക്കിയല്ലത്. ഇത് നല്ല വളടാത്തല്ലേ താത്തേ? അതിന് ഇടക്കിടക്ക് മായാന്ന് വിളിക്കാൻ കേട്ടോ, വേറെ ഒന്നും തിരിച്ച് വിളിച്ചത്. താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഹന 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലാണല്ലോ. മധുരം ഇട്ടിട്ടില്ല, അപ്പൊ പുളി ഉണ്ടാവും. അന്റെ പറഞ്ഞു ജോർജിയൻ കർഷകർ മധുരം തീരടില്ല തോന്നുന്നു. അസറോ സമയം എന്തായി? സമയം ഇപ്പം ജോർജിയയിൽ 8:30, നാട്ടിലെ ഏകദേശം 10 മണി. നാട്ടിലെ 10 മണി, അതായത് ജോർജിയത്തെ 8:30 മണിയാണ് കേട്ടോ. രാത്രി 8:30 നിങ്ങൾ കണ്ടാൽ ഞെട്ടുന്ന കാഴ്ച. ഈ ചങ്ങായി പിന്നല്ലേ ഇവിടെ ഏതെങ്കിലുമൊക്കെ കാറ് കണ്ടാൽ മതി. ആ കാറ് കണ്ടാൽ ആദ്യം എന്ത് ചെയ്യും, ഇവിടുത്തെ ജെല്ല്, ഇവിടെ റുപ്പീസ് ജെല്ലെന്ന് പറയല്, അതിക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിന് ഡോളറാക്കും. ആ ഡോളറിന് ഇന്ത്യൻ മണി ആക്കും. എന്നിട്ട് ഇവിടുന്ന് കയറ്റി അയക്കാനുള്ള എമൗണ്ട് എത്രയും നോക്കും. ഇവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. കുട്ടീൻ്റെ പേര് വണ്ടിക്കും കിട്ടില്ലേ? വണ്ടിക്കും കുട്ടിക്കും ഒരേ പേര്. ഗൈസ് അവിടെ ഓർഗാനിക് വൈന് കിട്ടും. അപ്പോൾ നമ്മളിതാ കേബിൾ കാറിൽ കയറിയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാൻ പോവാം കേട്ടോ. ഇതിലങ്ങനെ നേരെ കയറി പോകാൻ പോവാണ്. അതിലിപ്പോൾ ഞാനുണ്ട്, ഷാനുണ്ട്, സുലൈമാനുണ്ട്, ജസീമുണ്ട്. വാ. അപ്പോൾ എല്ലാവരും കൂടി റോപ്പിൽ കയറി പോവാം കേട്ടോ. ഇവിടെ വഴിയോര കച്ചവടക്കാരെ കാണാം. അതിൽ പോരടാ, എന്താ വഴി അറിയില്ല സാർ. ഇവിടെ എങ്ങനെയാടാ ടിക്കറ്റിന്? 2.5. ഇത് പെരുമ്പോക്കാണല്ലോ. പിന്നെ മെല്ലെ പോവോ? അപ്പോൾ ഇതവിടെ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാട്ടോ. എല്ലാവരും കൂടി നേരെ കാർഡ് കൊടുത്തിട്ട് നേരെ നമ്മളവിടേക്ക് പോകും. കാർഡ് കൊടുക്ക്. ഞാനാക്കാം. എൻ്റെയൊക്കെ പൂതിയോ ഇപ്പമാര് കുട്ടികളെ കൊണ്ടുനടക്കണ പോലെ. ഞാനാക്കപ്പാ, ഞാൻ വലിച്ചപ്പാ, ഞാൻ തുറക്കപ്പാ. KFC ഇതിലല്ല, ഇതെങ്ങനെ ഓർത്തിട്ട് അപ്പം ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടാ. ഷാൻ ഉള്ളിലേക്ക് വന്നു, സുലൈമാൻ പോന്നു. അത് ശരിക്കും പേര് സൽമാൻ അല്ലേ? സുലൈമാൻ ആക്കില്ലേ? ജസിമീൻ പോന്നു. ഇനി അസർ മാത്രം ഉണ്ടോ ബാക്കിയുള്ളത്? അത് കൊടുക്കണ്ട ഇനി അവിടെ. ഞങ്ങളുടെ ബോസും വന്നു. അപ്പം ഞങ്ങൾ ഇതാണ് കേബിൾ കാർ കേട്ടോ ഇവിടുത്തെ. ഇത് ഏത് കമ്പനീൻ്റെ കാറാ ഷാനോ കേബിൾ കാർ? കേബിൾ കാർ ഏഷ്യാനെറ്റിൻ്റെ. അപ്പം രണ്ടാൾക്കാർക്ക് കപ്പിളാ. രണ്ടാളും കപ്പിളാണോ? ഞാനും ഒന്ന് എൻ്റെ കൂടെ. വണ്ടി എന്നാ കയറല്ലേ? ഇത് വരിക നമ്മുടെ ജസീമ എന്താ ഇനി പോലിൽ ഒരാൾ ഗ്യാപ്പ് ഉണ്ട്, ഞാൻ കയറേണ്ടി വരില്ലേ? ഓ കയറാൻ ആഗ്രഹം ഉണ്ട് ഉള്ളിൽ. പോലിൽ ഒരാൾ ഗ്യാപ്പ് ഇട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടി കയറാൻ പൂതിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളോട് ഇങ്ങനെ പറയാ.
അല്ല ബെല്ല ഉണ്ടോ ഒറ്റക്കാ ഗ്യാപ്പ് ഇട്ടതിനനുസരിച്ചാ കയറണ്ടി അതിലെന്തായാലും ഗ്യാപ്പില്ല. ഞമ്മളപ്പോ മിക്കവാറും ഈ താത്തമാരുണ്ടാവും കേട്ടോ. നമ്മൾ 5 ആൾക്കാരില്ലേ അടുത്ത് വരുന്ന വണ്ടി അപ്പൊ നമ്മളെ വണ്ടി കേട്ടോ. നമ്മളെ ചാട്ടർക്കൊട്ട വരുന്നുണ്ട്. ആളിറങ്ങാൻ പറയാനോ മണ്ട കിട്ടും. ജീവനെ കൊണ്ട് ഓടുന്ന പോലെ ഉണ്ടോ? ഏയ് നല്ല പേടിച്ചു മാസമായി നിൽക്കാം. അതിൽ കയറടാ, അതായത് പോവന്നായിട്ട് കയറി 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 ആ മറിച്ചാ മേ അവിടെ നമ്മളെ സ്പീഡ് പോവുള്ളൂ. ലൈറ്റ് ഇല്ലാത്ത അതിപ്പോ പിടിച്ചാ ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മളെ മീനായ നാദ ഇത് പൊട്ടി വെക്കൊന്നുണ്ടാവില്ല. അത് പൊട്ടി ആലോചിച്ച് നോക്ക്. ഇതിനുള്ളിൽ വെള്ളം കയറി നമുക്ക് നീന്താൻ ചാവുന്നു. ഓ പേടിയാണ് പേടിയാണ്. അങ്ങോട്ട് നോക്കുമ്പോളെ പേടിയാണ്. ഞാൻ കണ്ടു പൈസ കൊടുക്കണ്ടല്ലോ. എന്തിനാണ് വിഗണനെ പറ്റി പറയണത് റബ്ബേ? ഇപ്പൊ നേരെ ഈ അളക്കല്ലടാ അളക്കല്ലേ അളക്കല്ലേ. ഐ ഷാനോ അളക്കല്ല ഷാനോ ആൾക്കാര് അളക്കല്ല അളക്കല്ലേ എടാ അളക്കല്ല ഷാനോ. ആടാ എയറിൽ നിന്നുണ്ടോ? പോയി പോരിയാണ്. പിന്നെ ഇറങ്ങണ്ടോ? ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. പോര് പോര്. അപ്പൊ ഒരു അടി വാവ്, ദാറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ജേണി. തീരെ പേടിപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു റൈഡായിരുന്നു ഇത്. വളരെ എൻജോയിങ് ആയിട്ടാണ് നമ്മൾ. ഇവിടെ പാട്ടുമാരടിയൊക്കെ ഉണ്ടോ? വാ വാ. അവിടെ പോയാണ് ഞാൻ പാട്ടുകാരനെ ഒന്നും പറയല കേട്ടോ. ഉണ്ടല്ലേ നമ്മളെ ഇത് കിട്ടൂല. ബാബാ ഡൽഹി വീഡിയോ India.
കാക്ക പെരുമ്പാടില്ല ഹിന്ദി പാട്ടൊക്കെ ആ വ്യൂ കാണിച്ചെടുത്തോക്ക് ഓ ഏറ്റവും സെറ്റ് താങ്ക് യു സോ മച്ച് ഓൾ തിബ്ലിസിയിലെ വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു കേട്ടോ ഹൗ ബ്യൂട്ടിഫുൾ ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ഓൾ തിബ്ലിസി മുന്നിൽ പോവാ ഇവിടെ നിന്നിട്ട് കാണിച്ചു കൊടുത്തത് എൻ്റെ മോനെ നല്ലൊരു ചെറിയ ഇളം തണുപ്പും ഇവിടെ ചായ കിട്ടണില്ല അതാണ് എനിക്ക് പറ്റാത്തത് ചായയും കൂടി ഇവിടെ കണ്ടു ഉള്ളൂ ഇവിടെ ഒരു ചായ കച്ചവടക്കാരനാണ് 10 ചായ കുടിച്ചു വേണം ആ Larry, put Larry into it. Then you will see the scenery. Larry, do. Yes, put money inside. കുറച്ച് ചില്ലറ വേണം കേട്ടോ ചില്ലറ അപ്പോൾ ഇതാണ് കേട്ടോ ഓൾട്ടിബ്ലിസി ഇനി നമുക്ക് മേലെ പോകണ്ടോ മദർ ഓഫ് ജോർജിയ കാണാൻ പോവാ മദർ ഓഫ് ജോർജിയ കാണാൻ പോകട്ടോ ഇവിടെ ഒരു ജോർജിയൻ ആപ്തവാക്യം നമുക്ക് കാണാം കേട്ടോ ചാക്ക വിൽ മേക്ക് യു ഹാപ്പി ചാക്ക നിങ്ങളെ ഹാപ്പി ആക്കുന്നു ചാച്ച എന്നാണ് ആ ചാച്ച നിങ്ങളെ ഹാപ്പി ആക്കുന്നു വൈൻ വിൽ ഗിവ് യു വിങ്സ് ടു ഫ്ലൈ നിങ്ങൾക്ക് പറക്കാൻ ചിറകുകൾ തരുന്നു ബിയർ ഫോർ യുവർ റിലാക്സ് നിങ്ങളെ റിലാക്സിങ് ആക്കുന്നു വേഗം പോര് ഇതെന്താ ആ ഇത് മറ്റേതല്ലടാ ഹസറോ ഇതിൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ നിറച്ച് തരണേ ചിമ്മണി കേക്കോ കാണ കേക്ക് വേണ്ട അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റുകളെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ടൂറൊന്നും ആൾക്കാരെ പറ്റിച്ചാൽ വെച്ചാൽ കുറേ സാധനങ്ങൾ കാണട്ടോ അത് എല്ലാ നാട്ടിലും ഊട്ടി പോയാലും ബാംഗ്ലൂരിൽ പോലെ എവിടെ പോയാലും ടൂറെന്ന പോലെ സ്കൂൾ കുട്ടികളെയൊക്കെ പിടിച്ചാൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ സ്ഥലമാണ് അത് എനിക്കിത് നല്ല ഇഷ്ടമായി ക്ലൈമറ്റ് എല്ലാം ഇഷ്ടമായി ശരിക്കും പെരും തണുപ്പ് വരില്ല ഇവിടെ അപ്പോൾ ഒരു ചരിത്രം പറഞ്ഞത് എല്ലാവർക്കും നമ്മളെ തൊട്ട് പുറകിലുള്ളത് ഹായ് താങ്ക് യു അപ്പോൾ നമ്മളെ തൊട്ട് പുറകിലുള്ളത് മദർ ഓഫ് ജോർജിയ ആണ് കേട്ടോ മദർ ഓഫ് ജോർജിയൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കയ്യിലുള്ളത് വാളും ഒരു കയ്യിലുള്ളത് വൈനിൻ്റെ ഒരു പാത്രം കേട്ടോ അപ്പോൾ അത് സിംപ്ലി ഓല ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓലെ നാട്ടിലേക്ക് എതിർക്കാൻ ഓല വരുന്നവരാണെന്നുണ്ടെങ്കിൽ വാളെടുത്ത് തീർക്കും അല്ല ഇനിയിപ്പം ഓലെ സ്നേഹിക്കാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു വൈനിൻ്റെ കുപ്പി തന്നിട്ട് അല്ലെങ്കിൽ വൈന് തന്ന് സ്വീകരിക്കുന്നതാണ് അതായത് നമ്മുടെ നാട്ടിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ചിരിച്ചാൽ അല്ല നന്നായാലും നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ നെക്കിക്കൊല്ലും പറഞ്ഞേ ആ ഒരു സാധനം തീം ജോർജിയൻ സ്റ്റൈലിലേക്ക് ബില്ല് കൊടുക്കുന്നതാണ് ഇപ്പോൾ ജോർജിയൻ സ്റ്റൈലിലാന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ച് കണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വൈനൊക്കെ അടിച്ചവിടെ കൂടാ ഇനി അല്ല ഇവിടെ കുത്തിത്തിരിപ്പിന് വന്നാണെന്നുണ്ടെങ്കിൽ വാളെടുക്കും തീർക്കും അപ്പോൾ അതാണ് ആ മദർ കേട്ടോ ഈ മദറും അവിടുത്തെ രാജാവും തമ്മിലുള്ള ഒരു ഇതുണ്ട് ഒരു സൈറ്റ് ഉണ്ട് ആ ഐ കോണ്ടാക്ട് ഉണ്ട് ആ ഐ കോണ്ടാക്റ്റിന്മേലാണ് ജോർജിയ നിൽക്കുന്നത് കേട്ടോ ആ ഐ കോണ്ടാക്റ്റിൻ്റെ ഇടയിലാണ് ഈ ജോർജിയ അങ്ങാടി ഫുള്ള് വരുന്നത് ഇത് ഇത്ര വലിപ്പമുണ്ടായില്ലേ അവിടുന്ന് ചെറുതേനി ഓ മോനെ കെട്ടിടങ്ങളൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അതെട്ടോ മദറിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ വൈനിൻ്റെ പാത്രമാണ് സ്നേഹിക്കാൻ വന്നാൽ നിങ്ങൾക്ക് മദർ വൈൻ എടുത്ത് തരും അതല്ല അലമ്പളിക്കാൻ വന്നാൽ വാളെടുത്ത് തീർക്കും വല്ലാത്തൊരു സ്റ്റാച്ചു തന്നെ മദർ ഒറ്റ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം മൊത്തം പറഞ്ഞു സിമ്പിളായിട്ട് കാര്യം എല്ലാവരും ഇതിനെ ടൂറിസ്റ്റിനൊക്കെ അറിയിപ്പിച്ചു അപ്പോൾ നമ്മൾ മറ്റേ മദർ ഓഫ് ജോർജിയൻ്റെ അവിടെ പോയി അതുപോലെ ഈ ഒരു പഴയ ചർച്ചിലേക്ക് നമ്മൾ വന്ന് ഓൾട്ടിബ്ലിസിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ എനിക്ക് പറയുന്നത് വെച്ചാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ വളരെ നല്ല അടിപൊളി നല്ല ക്ലൈമറ്റ് ഞാൻ വന്ന ക്ലൈമറ്റ് നല്ല സമയമാണ് ഓവർ തണുപ്പുമില്ല ചൂട് തീരല്ലല്ലോ ഷാനോ ചൂട് എടുക്കുള്ളല്ലോ അപ്പോൾ ഷാന് കുറച്ച് ഹോട്ടായതിൻ്റെ ഒരു ചൂട് ഷാനുവിനുള്ളൂ വേറെ സീനൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിനി ആ സ്ഥലത്തിൻ്റെ പേരെന്താ സാറോ താസ്മിന്ദ ടവർ അത് ഇതിനെക്കാട്ടിലും ഉഷാറിൽ ജോർജിയൻ്റെ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ടൗണിൻ്റെ വ്യൂ ഒക്കെ കിട്ടും അവിടെ നമ്മൾ പോയിട്ടില്ല അതുപോലെ പേൾ ബ്രിഡ്ജ് സാറേ എന്താ ആ പീസ് ബ്രിഡ്ജ് അവിടെയും കൂടി പോകണം കേട്ടോ ഈ രണ്ട് സ്ഥലം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചേക്കാണ് നമ്മൾ ഇനി അതിൽ റെസ്റ്റോറൻറ്റ് പോയിട്ട് ജോർജിയൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിക്കണ ഒരു വ്ളോഗും കൂടി ഒന്നുകിൽ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേറെ വ്ളോഗിലാവും പോസ്റ്റ് ചെയ്യുക അപ്പോൾ നേരെ അവിടെ പോകാം അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു ഇനി നമുക്ക് ഇവിടെ ഒരു വാക്കിൻ വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ വരണ ബാ
കഞ്ചാവോ കരിമീനോ ഇയാളെ ഇയാൾക്ക് ഒരു സ്പീഡ് പോയി. ഇയാളെന്തായി മേത്ത് ഇത് വെച്ച് നടക്കണോ? എത്തണില്ല കേട്ടോ അയാളപ്പം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലെത്തില്ല നമ്മളവിടെ ഐ ലവ് ത്രില്ലീസി പറഞ്ഞ ആ സ്ഥലം ഏകദേശം ഏത് നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലും നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഐ ലവ് കൊച്ചി എന്നൊക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ മെയിൻ ഏരിയയാണ്. എല്ലാ നാട്ടിലും വന്ന് ഫോട്ടോ എടുക്കുന്ന പോലാണ്. കാരണം നമ്മളിതിന് ശരിക്കും ലൈറ്റൊക്കെ ഉണ്ട് അടിയിൽ ഫോണിലേക്ക് കാണാൻ. അവിടെ സീൻ പാട്ട് എടുക്കട്ടോ, പെരും പാട്ടാണ് കാക്കമല. നമുക്ക് അവിടെ ഒന്ന് പോയോ കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ലേ? കാക്കമാര് പേരും പാട്ടിട്ടോ. കാക്കമാര് സീൻ പാട്ടിട്ടോ. 2 കത്തിച്ചിട്ടൊക്കെയാ പാടുന്നത്. ഫുൾ ഓണായിട്ട് ഡയറക്റ്റ് 2 വലിയൊക്കെ വിട്ട് ഇങ്ങനെ കൂളായിട്ട് ചില്ലായിട്ട് പാടിയിരിക്കാം. ലക്ഷ്മി കദീജത്ത് അതിൻ്റെ ഒരു പിടുത്തം പിടിച്ച അതിലാ പിടിച്ചത് പോലെ അത് കാണിച്ചെടുത്തേനെ. കാക്കമാര് വലിയ ഫുള്ള് തീർന്നിട്ടേ പാടുള്ളൂ. സൗണ്ട് റെഡി ആക്കട്ടെ പോലെ. ഇവിടുത്തെ സിംഗേഴ്സിനെ നമ്മളെ നടത്ത പോലെ ഒന്നുമല്ല, അത്ര കെയറിങ് ഒന്നുമില്ല. ഫുള്ള് വെള്ളമൊക്കെ അടിച്ച് സൗണ്ട് ചെക്ക് ടൈം കേട്ടോ. ഫുള്ള് വെള്ളമൊക്കെ അടിച്ച് 2 വലിയൊക്കെ വിട്ട് ഇപ്പൊ തുടങ്ങും കേട്ടോ. ഇവിടെ കാക്കന്റെ തലമ വന്ന് എന്തോ വീണിട്ടുണ്ടാ. ഷാന് ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ടിരിക്കും. അതെന്ന് വെച്ചാല് ഓരോ തലമ ആലിപ്പായം വീണിട്ടന്നല്ലേ. ആലിപ്പായം വീണ് സ്പൈഡർമാനെ പോലെ ആയി കാക്ക. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ സ്പൈഡർമാൻ എന്തെങ്ങനെ അങ്ങാടിയിൽ നിൽക്കണ നോക്കുമ്പോഴാണ് കാക്ക ആലിപ്പായം വീണാണ്ട് സീനായി നിന്നോ. സീനായി കാക്ക. ഏതായാലും ഇവിടെ അങ്ങാടിയിലൊരു കാക്കാനെ കണ്ടിട്ടാ. കാക്കാനെ എന്താ പറ്റി വെച്ചപ്പോ ഇന്നലെ ഇടി വെട്ടിയാണ് തന്നെ. ആലിപ്പായം വീണത് എന്തോ ആണ്. ആകെ ഓട്ടായി തലമേ. ആപ്പിള് കവറിൽ കൂട്ടിയിട്ട പോലെ സ്പൈഡർമാനെ പോലെ ഇവിടെ നിൽക്കിട്ട് കാക്ക.
Thank you so much. That was fun. Thank you.